ഈശോ ശരിക്കും സ്തുതിയായിരിക്കട്ടെ. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 6-ാം വാക്യം. നമ്മൾ പലപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും പപ്പയോടും ഒക്കെ നമുക്ക് അവരെ കുറിച്ച് സ്നേഹമുള്ള കാരണം നമ്മൾ അവരോടൊക്കെ ചോദിക്കും, ഞാൻ ഇങ്ങനൊരു കാര്യം തീരുമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെ? അങ്ങനെ നമ്മൾ ചോദിക്കുന്ന കാരണം ഇങ്ങനൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്, എനിക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് ആണോ, ഇതാണോ എന്റെ ഫ്യൂച്ചർ, ഇത് ഫ്യൂച്ചറിന് ഉപകാരപ്പെടുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള ആ ആലോചന ചോദിക്കുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ. അതിന്റെ കാരണം എന്താണെന്ന് അവരെ കൂടെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും, എല്ലാ ഉദ്ദേശങ്ങളിലും, താല്പര്യങ്ങളിലും, ലക്ഷ്യങ്ങളിലും ഒക്കെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടായിരിക്കട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. മുതിർന്ന ആളുകളോട് ചോദിച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ ജീവിത പരിചയം കൊണ്ടും നമ്മളോടുള്ള വാത്സല്യം കൊണ്ടും നമുക്ക് അവരുടെ സമയം ഇഷ്ടത്തോടെ തരുന്നതാണ്. അത് ഗുണകരമായ വിജയം കൈവരിക്കാൻ സാധിക്കും. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ എല്ലാ വിചാരങ്ങളും ദൈവവിചാരത്തോടായിരിക്കട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും.